ജീവിതം മാറ്റുന്ന 7 കയ്പുള്ള സത്യങ്ങൾ. ഒരു റിയാലിറ്റി ചെക്ക്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ പഴയ ഫീൽ ഗുഡ് ഉപദേശങ്ങൾ കേട്ട് മടുത്തില്ലേ? നീ വിചാരിച്ചാൽ ലോകം കീഴടക്കാം, സ്വപ്നം കാണൂ, അത് സഫലമാകും. ഇങ്ങനെയുള്ള പഞ്ചാരവാക്കുകൾ കേൾക്കാൻ സുഖമാണ്, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും ഒരു മാറ്റവും ഉണ്ടാക്കില്ല. പ്രായോഗികമല്ലാത്ത ഈ പോസിറ്റിവിറ്റി നിങ്ങളെ ഇപ്പോഴുള്ള അതേ അവസ്ഥയിൽ തന്നെ തളച്ചിടുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആരും പറയാൻ മടിക്കുന്ന, കേൾക്കുമ്പോൾ അല്പം കയ്പുള്ള, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള 7 കടുത്ത സത്യങ്ങളെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം, വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തോന്നിയേക്കാം. പക്ഷേ ഈ 7 കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ഈ നിമിഷം ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരിക്കും. നാം ജീവിക്കുന്ന ഈ സുരക്ഷിത കുമിളകൾ പൊട്ടിക്കാനുള്ള സമയമായി. 1. നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല. നോബഡി ഈസ് കമ്മിങ് ടു സേവ് യു. നമ്മളിൽ പലരും ഒരു കാത്തിരിപ്പിലാണ്. ജീവിതം മാറ്റിമറിക്കാൻ ഒരു മെന്റർ വരും, പഠിക്കാൻ പ്രചോദനം നൽകാൻ ആരെങ്കിലും വരും, അല്ലെങ്കിൽ ഭാഗ്യം തെളിയും. ഇങ്ങനെ നീളുന്നു ആ പട്ടിക. നമ്മളൊരു റെസ്ക്യൂ ബോട്ടിനായി നടുക്കടലിൽ കാത്തുനിൽക്കുന്ന ഒരാളെ പോലെയാണ്. എന്നാൽ സത്യമിതാണ്, ആരും വരില്ല. നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആരോഗ്യം, ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. മാതാപിതാക്കൾക്ക് നിങ്ങളെ സഹായിക്കാം, സുഹൃത്തുക്കൾക്ക് കൂടെ നിൽക്കാം, പക്ഷെ പുസ്തകം തുറന്ന് പഠിക്കാനോ വർക്കൗട്ട് ചെയ്യാനോ ഒരു പുതിയ സ്കിൽ പഠിക്കാനോ അവർക്ക് കഴിയില്ല. നിങ്ങളൊരു ഇരയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതകഥയിലെ നായകനാണ്. പലരും 25-30 വയസ്സിൽ ഉണരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് തങ്ങളുടെ ഏറ്റവും മികച്ച വർഷങ്ങൾ മറ്റൊരാൾക്കു വേണ്ടി കാത്തിരുന്ന് കളഞ്ഞുവെന്ന്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് സമ്മതിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈപ്പിടിയിലാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുന്നത്. ജീവിതം മാറ്റുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ശാരീരിക ക്ഷമതയാണ്. പലരും ജിമ്മിൽ പോകാൻ മടിക്കുന്നത് ഉയർന്ന ഫീസും സമയമില്ലാത്തതും കാരണമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അൾട്ടിമേറ്റ് കലിസ്തനിക്സ് ഗൈഡ് എന്ന കംപ്ലീറ്റ് വീഡിയോ കോഴ്സ് തയ്യാറാക്കിയത്. വെറും 89 രൂപയുടെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് 3999 രൂപ വിലമതിക്കുന്ന ഈ പ്രീമിയം കോഴ്സ് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും. ഉപകരണങ്ങളില്ലാതെ സ്വന്തം ശരീരം ഉപയോഗിച്ച് എങ്ങനെ കരുത്തുറ്റതാക്കാം എന്ന് ഇതിൽ ഘട്ടം ഘട്ടമായി വിവരിക്കുന്നു. വെറുമൊരു ചായയുടെ പൈസയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള അവസരമാണിത്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ആക്സസ് നേടുക. 2. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ജീവിതം മോഷ്ടിക്കുകയാണ്. ഇന്നലെ എത്ര സമയം നിങ്ങൾ ഫോണിൽ ചിലവഴിച്ചു? 4 മണിക്കൂർ, 6 മണിക്കൂർ? ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. വർഷത്തിൽ ഏകദേശം 100 ദിവസത്തോളം നിങ്ങൾ വെറുതെ സ്ക്രോൾ ചെയ്ത് കളയുകയാണ്. മറ്റുള്ളവർ ജീവിതം ആഘോഷിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചോർന്നു പോകുന്നു. സിലിക്കൺ വാലിയിലെ ബുദ്ധിമാനായ എഞ്ചിനീയർമാർ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ ഡിസൈൻ ചെയ്തതാണ് ഈ ആപ്പുകൾ. ഇതിനടിമപ്പെടുന്നത് നിങ്ങളുടെ തെറ്റായിരിക്കില്ല, പക്ഷേ ഇതിൽ നിന്ന് പുറത്തു കടക്കാത്തത് നിങ്ങളുടെ പരാജയമാണ്. അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ടൈം ലിമിറ്റ് വയ്ക്കുക. നിങ്ങളുടെ കൗമാരവും യൗവനവും എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമാണ്, അല്ലാതെ 15 സെക്കൻഡ് ദൈർഘ്യമുള്ള റീലുകൾ കണ്ട് തീർക്കാനുള്ളതല്ല. ഈ സമയം കൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ഭാഷ പഠിക്കാം, ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ ശരീരം ആരോഗ്യത്തോടെ വയ്ക്കാം. തീരുമാനം നിങ്ങളുടേതാണ്. 3. മാതാപിതാക്കൾ എപ്പോഴും കൂടെയുണ്ടാവില്ല. വീട്ടുകാർ ഉപദേശിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അവർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മടുപ്പ് തോന്നും. നമ്മൾ അവരിൽ നിന്ന് ഓടി മാറാൻ ശ്രമിക്കും. എന്നാൽ ഓർക്കുക, ഓരോ ദിവസം കഴിയുന്തോറും അവർക്ക് പ്രായമേറുകയാണ്. അവരുടെ മുടി നരയ്ക്കുന്നത്, അവർ പതുക്കെ നടക്കുന്നത്, ടെക്നോളജി ഉപയോഗിക്കാൻ പ്രയാസപ്പെടുന്നത്, ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. ഫോണിൽ നോക്കി ആഹാരം കഴിക്കുന്നതും അവർ സംസാരിക്കുമ്പോൾ മുറിയിലേക്ക് പോകുന്നതും നിർത്തി അവരോട് കുറച്ചുനേരം സംസാരിക്കൂ. അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും ചോദിച്ചറിയൂ. നിങ്ങൾ ഇന്ന് അവഗണിക്കുന്ന ഓരോ നിമിഷവും ഭാവിയിൽ വലിയ സങ്കടമായി മാറും. അവരോടൊപ്പം ഫോട്ടോകൾ എടുക്കുക, അവരുടെ കഥകൾ കേൾക്കുക. പിന്നീടൊരു കാലത്ത് അന്നത് ചെയ്താമായിരുന്നു എന്ന് പറഞ്ഞ് ഖേദിക്കേണ്ടി വരരുത്. 4. ഇന്നത്തെ ശീലങ്ങളാണ് നിങ്ങളുടെ ഭാവി. ഹാബിറ്റ്സ് ആർ ദ ബ്രിക്സ്. നാളെ മുതൽ നോക്കാം എന്ന വാക്ക് ഒരു കെണിയാണ്. നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നുവോ അതാണ് നിങ്ങളുടെ ഭാവി. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. ഇന്ന് നിങ്ങൾ അലസനാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാലും നിങ്ങൾ അതേ നിലയിൽ തന്നെ ആയിരിക്കും. വിജയിച്ച ഒരു 35 വയസ്സുകാരൻ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അയാൾ വർഷങ്ങളായി എടുത്ത ആയിരക്കണക്കിന് നല്ല തീരുമാനങ്ങളുടെ ഫലമാണത്. തിരിച്ചും അങ്ങനെ തന്നെ. ദാരിദ്ര്യത്തിലും നിരാശയിലും കഴിയുന്ന ഒരാളും ഒരു ദിവസം കൊണ്ടവിടെ എത്തിയതല്ല.
നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ഒന്ന് പരിശോധിക്കൂ. ഇതേ രീതിയിൽ അടുത്ത 5 വർഷം പോയാൽ നിങ്ങൾ എവിടെ എത്തും? ആ ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റം ഇന്ന് തന്നെ തുടങ്ങണം. ശീലങ്ങളെ നിയന്ത്രിക്കുന്നവർ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. 5. ചില സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും എന്നും കൂടെയുണ്ടാവില്ല. അത് സ്വാഭാവികമാണ്. നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തെ ഗൗരവമായി കാണുമ്പോൾ, കൂടെയുള്ള പലർക്കും അത് ദഹിക്കില്ല. അവർ നിങ്ങളെ പരിഹസിച്ചേക്കാം. നീ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയല്ലോ എന്ന് ചോദിച്ചേക്കാം. ഓർക്കുക, നിങ്ങളെ തളർത്തുന്ന 100 സുഹൃത്തുക്കളേക്കാൾ നല്ലത് നിങ്ങളെ വളരാൻ സഹായിക്കുന്ന ഒറ്റപ്പെട്ട യാത്രയാണ്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന മനുഷ്യർക്കായി സമയം മാറ്റിവെക്കുക. എല്ലാ ബന്ധങ്ങളും എല്ലാ കാലത്തേക്കുമുള്ളതല്ല. ചിലത് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ മാത്രമുള്ളതാണ്. ബാക്കിയുള്ളവർ പോകട്ടെ. ശരിയായവർ നിങ്ങളുടെ വളർച്ചയിൽ കൂടെ നിൽക്കും. 4. പ്രണയം മാത്രം ജീവിതത്തിൽ ഒന്നുമാകില്ല. ബന്ധങ്ങൾ നല്ലതാണ്, പക്ഷേ പ്രണയം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ടു പോകില്ല. നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഒരാളെ സ്നേഹിക്കുന്നത് സ്വയം നശിക്കുന്നതിന് തുല്യമാണ്. പലരും തങ്ങളുടെ കരിയറും ഭാവിയും ഒരു താൽക്കാലിക വികാരത്തിനു വേണ്ടി ബലി കഴിക്കുന്നു. 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോലും സാധ്യതയില്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറ്റിവെക്കരുത്. നിങ്ങൾ സ്വയം ഒരു മികച്ച വ്യക്തിയായി മാറുക. അപ്പോൾ ശരിയായ വ്യക്തി താനേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. സ്നേഹത്തിന്റെ പേരിൽ നിങ്ങളുടെ വ്യക്തിത്വം പണയപ്പെടുത്തരുത്. സ്വയം സ്നേഹിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളെയും സ്നേഹിക്കാൻ കഴിയില്ല. പരാജയത്തേക്കാൾ വലുത് പാഴാക്കിയ സമയത്തോടുള്ള കുറ്റബോധമാണ്. മരിക്കാൻ കിടക്കുമ്പോൾ ആരും പരാജയങ്ങളെ ഓർത്ത് സങ്കടപ്പെടാറില്ല. മറിച്ച് അന്നെനിക്കത് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല എന്നോർത്താണ് എല്ലാവരും കരയുന്നത്. തോൽവിയിൽ നിന്ന് നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കാം. അത് നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും. പക്ഷേ പാഴാക്കിയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പേടി കാരണം ചെയ്യാതെ പോയ കാര്യങ്ങൾ, മടി കാരണം പാഴാക്കിയ വർഷങ്ങൾ, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് വീണ്ടും ശ്രമിക്കാം, പക്ഷേ സമയം പോയാൽ അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് റിസ്ക് എടുക്കൂ. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കൂ. ലോകം നിങ്ങളെ നോക്കി ചിരിക്കുമെന്ന് പേടിക്കണ്ട. കാരണം കുറച്ചുകാലം കഴിയുമ്പോൾ ആരും ഇതൊന്നും ഓർക്കില്ല. എത്തിക്കൽ ഡിസ്ക്ലെയിമർ: ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ മാനസികമായി തളർത്താനല്ല, മറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങളെ ശക്തരാക്കാനാണ്. ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ ഈ അടിസ്ഥാന സത്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ജീവിതമെന്നത് പോസിറ്റീവ് ചിന്തകൾ മാത്രമല്ല, കഠിനമായ യാഥാർത്ഥ്യങ്ങളെ നേരിടൽ കൂടിയാണ്. ഈ 7 സത്യങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂരിഭാഗം ആളുകളും ഈ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിക്കാണും. കാരണം സത്യം നേരിടാൻ എല്ലാവർക്കും കഴിയില്ല. നിങ്ങൾ ഇതുവരെ കേട്ടുവെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അൾട്ടിമേറ്റ് കാലസ്തനിക്സ് ഗൈഡ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ മാറ്റത്തിനുള്ള വലിയൊരു ചുവടുവയ്പ്പായിരിക്കും. ഇതിനോടകം നമ്മുടെ ചാനലിലെ 500-ലധികം മെമ്പേഴ്സ് ഈ സൗജന്യ കോഴ്സ് ആക്സസ് ചെയ്ത് അവരുടെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിക്കഴിഞ്ഞു. വെറും 89 രൂപയ്ക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നിച്ചു വളരാം. ഈ 7 കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഏതാണ്? അത് താഴെ കോമെന്റ് ചെയ്യുക. ഇതുപോലുള്ള റിയൽ ടോക്കുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗോ മേക്ക് ടുഡേ കൗണ്ട്.